ഏതൊക്കെ ഏറ്റവും മെയിൻ അമ്പലങ്ങളിലൊക്കെ പോയതിനെ കുറിച്ച്? മെയിൻ എന്ന് പറഞ്ഞാൽ രണ്ടുമൂന്ന് കാര്യത്തിലെ മെയിൻ. ഒന്ന് പേര് കേട്ട ഉത്സവങ്ങൾ, മറ്റേത് ഈ കച്ചറ ചന്തപ്പൂരം. അത് വടക്കനാട്ടിലേക്ക് രാവിലെ അങ്ങനത്തെ വീടുകളിൽ നിന്ന് അമ്പലത്തിൽ കൊണ്ടുപോയി ഈ കോഴത്തിന് വേണ്ടിയുള്ള തട്ടിക്കൂട്ടും. അതാ വലിയത്, ഒരുപാട് പൈസ കിട്ടുന്നത്. കുടവസമാർക്ക് ലക്ഷങ്ങളൊക്കെ കിട്ടും. നമുക്ക് അനുസരിച്ച് ഇഷ്ടം പോലെ എല്ലാ ചെയ്യും, കണക്കില്ലാതെ. ആനവശം കേടാം. നല്ല ഉത്സവങ്ങൾ എന്ന് പറഞ്ഞാൽ തൃപ്പൂണിത്തുറ, വൈക്കം, തൃശ്ശൂർ പൂരം, ഇങ്ങനെയുള്ള അത് രണ്ടും സ്റ്റൈലാണ്. അപ്പൊ പിന്നെ ഞാൻ എന്നാ പറയണേ അതിനെ പറ്റി. തൃശ്ശൂർ പൂരം നല്ല തൃശ്ശൂർ പൂരത്തിന് ഞാൻ പോയിട്ടുണ്ട്. പിന്നെ കുറെ കാലങ്ങളായിട്ട് അത് കഷ്ടപ്പാട് കാരണം പോവാറില്ല. അത് ഇച്ചിരി കഷ്ടപ്പെട്ട കേസാ. ജനത്തിരക്ക് കൂടിയിട്ട് നമ്മൾ റിസ്ക് ഉള്ള ഒരു കാര്യമാണ്. മിക്കവാറും ഈ സമയത്ത് ആ സമയത്തൊക്കെ എപ്പോ ഞാൻ കൊണ്ടുവരുന്ന മതത്തിലായിരിക്കും. എന്നാലും തൃശ്ശൂര് കർക്കിടക 1-ാം തീയതി ഊട്ടുണ്ടാവാറുണ്ട് വടക്കനാളില്. അതിൽ പങ്കെടുക്കാറുണ്ട്. ചില കൊല്ലങ്ങൾക്ക് ഇപ്പൊ 2 കൊല്ലമായിട്ട് പോയില്ല. പോയിട്ടുണ്ട്, 3 പോയിട്ടുണ്ട്. ഒരു വിധപ്പെട്ട എല്ലായിടത്തും നമ്മളിപ്പോ പഴയ പ്രായമൊന്നും അല്ല, അതുകൊണ്ട് ഒരു ഒതുങ്ങി എന്ന് നടക്കുന്ന മാത്രമേ ഉള്ളൂ. ഇത് എല്ലായിടത്തും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. മെയിനായിട്ടുള്ള എല്ലായിടത്തും പങ്കെടുത്തിട്ടുണ്ട്. തൃപ്പൂണിത്തുറ ഉത്സവങ്ങളിൽ ചേട്ടൻ എല്ലാ ഉത്സവങ്ങളിലും പങ്കെടുക്കാറുണ്ടെന്ന് തോന്നുന്നു അല്ലേ? തൃപ്പൂണിത്തുറ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ആളാണ്. കഴിഞ്ഞ വർഷം എന്തോ ആദരവൊക്കെ. അതല്ലേ ഞാൻ പറഞ്ഞത്, കഴിഞ്ഞ അപ്പൊ അത് ഏറ്റവും കൂടുതൽ അവിടെ എന്നുവെച്ചാൽ ഇപ്പൊ റെഗുലർ ആയിട്ട് സ്ഥിരമായിട്ട് എന്നുവെച്ചാൽ പേരിരിക്കാം. ചിലപ്പോ ഒരു 5 കൊല്ലം വന്നു, പിന്നെ 2 കൊല്ലം മാറി വന്നു, പിന്നെ 5 കൊല്ലം വന്നു, അങ്ങനെയല്ല. ഞാൻ സ്ഥിരമായിട്ട് എഴുന്നള്ളിച്ചതിനാണ് അവരെന്നെ ആദരിക്കും, അവരുടെ രാജകുമാരൻ ആദരിക്കും. അതാണെന്ന് പറഞ്ഞു. അതെ അതെ, അവിടുത്തെ കോട്ടക്കകത്തൊക്കെ ഈ ഓണക്കൂറിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാറുള്ളപ്പോ എല്ലാവരും പറയുന്നത് പൊന്നൻ രത്നൻ കാര്യങ്ങളാണ് പറയാറ്. അപ്പൊ കഴിഞ്ഞ വർഷം ഇങ്ങനെ രത്നാകരൻ ചേട്ടൻ അവിടെ ആദരിച്ചു. ആ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു യോഗ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അഹങ്കരിക്കല്ല, അതൊക്കെ നമ്മുടെ കഴിവിനുള്ള അംഗീകാരങ്ങൾ സാഹചര്യത്തില് പിന്നെ അങ്ങനെ വിട്ടായിരുന്നു. അതെ അതെ അതെ, കാരണം ഇപ്പൊ തന്നെയാണെങ്കിലും ചേട്ടനൊക്കെ ഒരു അർഹിക്കുന്ന അംഗീകാരങ്ങൾ കിട്ടിയിട്ടില്ലെന്ന് പറയാം ശരിക്കും. അതിപ്പോ ഇവിടെ നമ്മള് പണിയെടുക്കണം. അങ്ങനെയല്ല, നമ്മളിപ്പോ ഇത്രയും ആനപ്പണിയിൽ ഇത്രയും ഇതൊക്കെ ഉള്ള ഒരാളെയൊക്കെ ശരിക്കും ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നൊന്നും ശരിക്കും ഗവൺമെന്റിന് അറിയാൻ പാടുള്ളൂ. ശരിക്കും ഇത്ര ജനങ്ങളുള്ള സ്ഥലത്ത് ആനയെ എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിസ്സാര കാര്യമല്ല. ആരും അത് ചിന്തിക്കുന്നില്ല. കാരണം പല ആൾക്കാരും പല രീതിയിൽ പുറകിൽ നിന്ന് തോണ്ടല്, അല്ല മുമ്പിൽ വന്ന്. അതിപ്പോ എന്തോ ഒരു പൊറുതിയുണ്ട്. മറ്റേ ഒരു കുറെ കാലങ്ങൾക്ക് മുമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനയെ പാട്ടത്തിനെടുത്തപ്പോ ഒരു അമ്പലത്തേക്ക് എന്തെങ്കിലും വരവപൂരം ചന്തപ്പൂരം ഒക്കെ നിങ്ങൾ ഭാഗത്തോടൊക്കെ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ആന അവരുടെയാ. ആന വില കൊടുത്ത് മേടിച്ച് ആന അവരുടെയാ. ഈ കമ്മിറ്റിക്കാരൊക്കെ ആനയെ എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്ത് തോന്നിയാസം അവർ നമ്മളെ മുകളിൽ കളിക്കും. അവര് പറയും പോലെ എല്ലാം ചെയ്തോളണം. ഇന്ന് അത് നടക്കൂല. ഇന്നിപ്പോ നമ്മൾ പറയാ ന്യായമായ കാര്യങ്ങൾ മാത്രമേ നടക്കൂല. അല്ല ആ കേസ് വേറെ പിന്നെ അങ്ങ് പോകില്ല. അന്ന് അതൊന്നും അല്ല. അന്ന് നമ്മൾ പോവാൻ നിർബന്ധിതരാവുക, അല്ലാത്തൊന്നും പണിയില്ല. അത് ചെയ്യാൻ ഞാൻ ഇപ്പൊ എന്ത് ത്യാഗം സാധിച്ചു തല്ലിക്കൊട്ടി കൊണ്ടു നടക്കുന്നവന് മാത്രമേ പണിയുള്ളൂ. ഇന്ന് അതും പറഞ്ഞു വന്നാൽ ഉടമസ്ഥനാണെങ്കിൽ പറ്റത്തെറിയ പറ്റുള്ളൂ. ഇന്നത്തെ പോകണ എനിക്ക് പറ്റൂലെന്ന് പറഞ്ഞാൽ ഇന്നോടെ ശല്യം പറഞ്ഞാൽ നീ പോയേ പറ്റുള്ളൂ പറഞ്ഞാൽ പിന്നെ ഉടമസ്ഥൻ കഴിഞ്ഞാൽ വേറെ ആയിരിക്കും. അത് ഞങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അതായത് ഈ ഓടിന കാര്യങ്ങളോ എല്ലാം ഇപ്പൊ ഞങ്ങൾക്കുള്ള സാധനം ഞങ്ങൾ കാര്യങ്ങൾ പറയും. വൈക്കത്തമ്പലത്തിലെ കാര്യം പറഞ്ഞാൽ ഉദയനാവുത്തപ്പനെ എഴുന്നള്ളിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു വലിയ ചടങ്ങാ. അവിടുന്ന് അങ്ങോട്ട് അച്ഛനെ കാണാനായിട്ട് പോകുന്നത്. അച്ഛനെ കാണാൻ പോകണമെന്ന് പറഞ്ഞാൽ സുബ്രഹ്മണ്യനായിട്ട് പോകണമെങ്കിൽ ഒരു 8:30 ആകുമ്പോൾ എഴുന്നള്ളിക്കാന്ന് പറഞ്ഞാൽ ഒരു സ്റ്റൂളം കൊണ്ടിട്ട് അതിലേക്ക് കോലല്ല ബിമ്മ കണക്ക് പറഞ്ഞാൽ 10 തുല പഴയ കണക്ക് പറഞ്ഞാൽ ബിമ്മ ഈ സ്റ്റൂളിലേക്ക് കൊണ്ടുവയ്ക്കുക. ആ ബിമ്മത്തെ നാരങ്ങാമാല മുതൽ സർവത്ര ഇതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 2-3 പേരും ചിലപ്പോൾ പോകുള്ളൂ. അത് ഊമ്പി ആരും പോയാൽ പോവില്ല. ഇത് ആരും താങ്ങണ്ടേ. നേരം വിളക്കണം. ആരും വിളത്ത് 7 മണിയാവും തിരിച്ചു അന്ന് ഞാനിരുന്ന കാലത്ത്. ഇന്നിപ്പോ ആനകള് ഒരു 4 മണിയാകുമ്പോഴത്തേക്ക് യാത്ര പറഞ്ഞ് തിരിച്ച് വേഗം വീട്ടിൽ പോരും. കാരണം ബാവ് വിളിക്കാൻ തുടങ്ങുന്നുള്ള ആനയൊക്കെ. ഞാൻ പറഞ്ഞില്ല, ഞാനന്ന് 1.5 ആനയാ, ഒരാനയല്ല 1.5 ആന. അതിന് വേണ്ടി മാത്രം എന്നെ സ്പെഷ്യൽ കൊണ്ടുപോകും. എനിക്കൊരു 10-15 വയസ്സ് പ്രായമുള്ളപ്പോ എന്നെ കൊണ്ടുപോകാൻ അവർ കുറെ സ്ഥിരമായിട്ട് കുറെ കാലങ്ങള് ഈ സ്റ്റൂളിലേക്ക് സാധനം കൊണ്ടുവച്ചാൽ ആനന്റെ ഇങ്ങനെ കാണിക്കും. ഒരു 4 ആളം കയറുന്ന പറഞ്ഞാണല്ലോ. 4 ആള് കാണും. ഒരു 600 കിലോ കോലം. അതുപോലെ വെഞ്ചാമരം,
കുട കിട ഇതിനെല്ലാം പിടിക്കുന്ന 4 ആളെ കയറി 600 ഇത് ആളാണ്. ഒരു കുടയും കയറ്റിയിരിക്കും തങ്കത്തിന്റെ തങ്ക കുട കയറ്റിയിരിക്കുന്നത്. അതും കൊണ്ട് 2 കിലോമീറ്റർ വറ്റത്തേക്ക് വേണം. അത് വറ്റത്തമ്പലത്തിന്റെ ഇപ്പൊ ഗോപുരത്തെ ചെല്ലുമ്പോ പിന്നെ പൂവിനകത്തോടെ എടുക്കണം. അത് കാണാനുണ്ട്. എറണാകുളം കവലയിൽ നിന്ന് അങ്ങോട്ട് പോവാം അല്ലെ? പൂവിനകത്തോടെ നാസുരായിട്ട് ആനയെ പോണേ. അവിടെ ചെന്ന് അമ്പലത്തിൽ കയറി പ്രദർശനം വെച്ച് കയറി കൂട്ടി എന്നുള്ളിച്ച് വെളുപ്പിന് 5 മണി 5:30 ഒക്കെ ആകുമ്പോ ഒരു യാത്ര പറച്ചിലുണ്ട് നാസുരുണ്ട്. അത് കഴിഞ്ഞ് തിരിച്ചിറങ്ങിയിട്ട് ഈ ആന ഇവിടെ വരുമ്പോ 7 മണിയാവും. ഇന്നുള്ള ഒരാനയും താങ്ങൂല. അത് ഞാൻ കൊണ്ട് എന്നെ അതിനായിട്ട് കൊണ്ടുപോകാറുണ്ട്. അന്നത്തെ കാലത്ത് എനിക്ക് 20 രൂപ ഈ കൊണ്ടുപോകുന്ന ആള്. ആണല്ലേ? അന്നത്തെ കാലത്ത് 20 രൂപ എന്ന് പറഞ്ഞാൽ ഇന്ന് ഒരു മാസം ജീവിക്കാം. ആണല്ലേ? എന്റെ ചെറുപ്പത്തിലെ കാര്യമാണ്. 15 വയസ്സ് അതിനായിട്ട് തന്നെ കൊണ്ടുപോകും. പണിക്കാശ് വേറെ. അതൊക്കെ ഞാൻ കടന്നു കൂടിയിട്ടുണ്ട്. അതിന് വേറെ കാര്യമുണ്ട്. ഈ കയറ്റിയിരിക്കുന്ന തങ്കവും തലയിൽ കോലവും എന്ന് പറഞ്ഞാൽ നിസാരമല്ല, കോടികളായി കയറിയിരിക്കുന്നത്. കണ്ണും മൂക്കാട്ടിന്റെ അർത്ഥങ്ങൾ ചില്ലറയല്ല. വറ്റത്ത് അമ്പലത്തിലേക്ക് ആന കയറി കഴിഞ്ഞാൽ മണൽ വാരിട്ട് താഴെ രൂപം പോലെയാ. ഭയങ്കര റിസ്കാ. അതൊരു 8-10 കൊല്ലം എന്നെ കൊണ്ടുപോയിട്ടുണ്ട്. ആണല്ലേ? ഇതിനായിട്ട് സ്പെഷ്യലായിട്ട്. കാരണം അന്ന് ചേർത്തല കുമാരൻ നായർ എന്ന് പറഞ്ഞ ആനയാണ് ഇതിന്റെ ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് എന്നുള്ളപ്പോ ഒരുപാട് പൈസ ഒന്നുമില്ല. അയാൾക്ക് 4-5 ആനയുണ്ട്. അയാളുടെ ആനയൊന്നും ഇത് താങ്ങാൻ കൽപ്പില്ല. അപ്പൊ എന്നെ സ്പെഷ്യൽ കൊണ്ടുപോകണം ചെയ്തത്. ഈ ഓണാട്ട അന്ന് ഈ ഓണാട്ടയാണ്. ഞാൻ 5-8 കൊല്ലത്തോളം ഞാൻ ഈ പരിപാടി തന്നെ നടത്തിയിട്ടുണ്ട്. അത് പറഞ്ഞ റിസ്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇത് മുഴുവൻ നമ്മളായിരുന്നു. ഈ 4 ആളെ ഈ ആനയായിട്ട് മതക്കകത്ത് കയറുമ്പോ മതക്കകത്ത് കയറുമ്പോ ഒരു 10-15 ആന ഉണ്ടാവും. അതുപോലെ ജനവും. ഇതൊന്നും സംഭവിക്കാതെ തിരിച്ചിറങ്ങി വന്നപ്പോൾ വരണം. തിരിച്ചിവിടെ കൊണ്ട് ഇറക്കിയാലേ നമ്മൾ രാജാവായുള്ളൂ. അതെ അതെ. ശരിക്കും ഇതൊക്കെ ആരും ചിന്തിക്കുന്നില്ല. ഈ ഒരു ആന ഇത്ര വെയിറ്റ് എടുക്കണുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഈ 8:30 എന്നാൽ 7 മണിക്ക് ഇവിടെ കൊണ്ട് ഇറക്കിന്ന് പറഞ്ഞില്ലേ, മൂത്രം ഒഴിക്കാൻ മുട്ട എന്ത് ചെയ്യും? പല ആനകൾക്കും കൂടുതലുള്ള ആളെ എത്തിച്ചു പോവാം. ഞാനിക്കൊണ്ടുവന്നെങ്കിൽ ആനയ്ക്ക് അടച്ചട്ടയില്ല. ഒറ്റച്ചട്ടാണ്. ഈ അടച്ചട്ട ഉണ്ടായപ്പോ ഒരാളെ എത്തിച്ച് നമ്മൾ എന്ത് വിശ്വസിച്ചു പോകും? ഇത്രയും സംഭവങ്ങളും മെയിൻ ആയിട്ട് അവരുടെ അടുത്ത് ആരെങ്കിലും കാണിച്ചപ്പോ നമ്മളെ അവരൊന്നും ഒഴിക്കുമല്ലേ എന്തെങ്കിലും കാണിച്ചു കൊടുത്ത് അത് എന്തൊരു റിസ്ക്കാന്ന് ആലോചിച്ച് നോക്കി. അതിനുള്ള റിസ്ക് ഒന്നും നമുക്ക് തന്നെ അതിനുള്ള ഭയതനം പോലും നമുക്ക് കിട്ടണ്ട. നമുക്ക് ആ പണിക്കാശല്ലേ കിട്ടുള്ളൂ. ഒരാൾ ഉത്സവം കൂടുമ്പോൾ ആ കടമ്പ നമ്മൾ ഒത്തിരി കടന്നെന്ന് ഞാൻ പറഞ്ഞു അന്നത്തെ കാലത്ത്. ഇന്ന് എനിക്ക് അതിനൊന്നും പറ്റൂല. അവിടെ ഞാൻ ഒത്തായിട്ട് കൊണ്ട് കിടക്കുക. ഇന്നിപ്പോ ഇതുപോലെ റിസ്ക് ഒന്നും പറഞ്ഞാൽ ഞാനും പോകില്ല. എന്റെ ഉടവസം എന്റെ ആവശ്യമില്ല. ഉടവസം പറയും ദേ പറ്റണ ചെയ്താൽ മതി, തലവേദന പിടിച്ച കേസൊന്നും വേണ്ട, അതൊന്നും പറഞ്ഞു വിളി കുഴപ്പമില്ല, നമുക്ക് പറ്റണ ചെയ്താൽ മതി. അന്ന് അതല്ല. അന്ന് നമ്മൾ ചെയ്യാൻ ബാധ്യസ്ഥനാ. ഇല്ലേ മറ്റൊരാൾ ചെയ്യാൻ തയ്യാറാവും. ചെയ്തേ പറ്റൂ. പിന്നെ അന്നത്തെ ഒരു ഹരമുണ്ട്. ഇതൊന്നും ഞാൻ ചിന്തിക്കാതെ ചെറുപ്രായല്ലേ. ചെറുപ്രായത്തിൽ നമുക്ക് കല്യാണം കഴിച്ചില്ല, മക്കളില്ല, വാരാപ്തില്ല, യാതൊരു കുന്തമില്ല. എന്നെ വേണാട് മുസ്ലോകം അങ്ങ് പോവാ. അങ്ങനെ ഒരു കാലാണ്. അതാ അങ്ങനെയാണ്. ഇപ്പൊ 50 കൊല്ലമായി എന്ന് പറഞ്ഞില്ല ആനപ്പോ പണി തുടങ്ങിയിട്ട്. പണി ഞാൻ ചെയ്ത 50 കൊല്ലം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. എന്താന്ന് വെച്ചാൽ ഞാനൊരു 50 കൊല്ലത്തേക്ക് സർവീസ് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ഉദാഹരണം പറഞ്ഞില്ലേ, ഇപ്പൊ എന്റെ മക്കളീ പണി അവർ ഈ പണിക്കാരല്ല. അപ്പൊ അന്ന് പറഞ്ഞാൽ ഞാൻ എന്റെ വീട്ടിൽ എനിക്ക് ഓർമ്മ വയ്ക്കും. കാരണം പോലെ ഞാൻ ഇത് ചെയ്തുകൊണ്ട് നടക്കുക. ഇപ്പൊ ഇതിപ്പോ ഞാൻ കൊച്ചാൻ നിൽക്കട്ടെ, ഇതിപ്പോഴത്തേക്ക് തീറ്റി കൊടുക്കണം, വെള്ളം കൊടുക്കണം, എന്റെ കാലം മാറി കിട്ടണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതാണ്. എന്നാലും 40 കൊല്ലത്തിന് മുകളില് സർവീസ് ആയിട്ട് സർവീസ് എന്ന് പറഞ്ഞാൽ ആന കയറാൻ തുടങ്ങി. അതിനകത്ത് ഒരു ദിവസം പോലും പുറത്തില്ല. അതേപോലെ ആനക്കാരെന്ന് പറഞ്ഞാൽ ചുമതലക്കാരനായിട്ട് ഒന്നാമനായിട്ട് 40 കൊല്ലം സർവീസ് ഇരിക്കുന്നു ഉണ്ടല്ലേ. അതിപ്പോ എന്റെ സർവീസ് ആണെങ്കിൽ ഇപ്പൊ ഞാൻ വലിയ ഒറ്റ എന്ന് പറയാം. കാരണം എന്താ പറയുക, ഈ ഇത്രയും കാലത്ത് പഴക്കമില്ലെന്നല്ല. അപ്പൊ ഇടയ്ക്ക് പണിയില്ലാതെ വരുമ്പോ പോയില്ലേ. എനിക്ക് പണിയില്ലായിരുന്നില്ല. ഇന്ന് ഈ സമയം തുടങ്ങിയ പണിയിലായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്. അത് ഞാൻ വലിയ ആളാന്നല്ല. ഇത്രയും നാളും ആനപ്പണിയിലേക്ക് വന്നിട്ട് നമ്മുടെ ജീവിതത്തില് മറക്കാനാവാത്ത ഒരു സംഭവങ്ങൾ ഒത്തിരി ഉണ്ട്. മറക്കാനാവാത്ത സംഭവം എന്ന് പറഞ്ഞാൽ വേണമെങ്കിൽ പറഞ്ഞാൽ അത് ബോറാവും. ഇപ്പൊ നിങ്ങള് എന്തോരാ പറയണ്ടത്? അല്ല, മാക്സിമം പറയാൻ പറ്റുന്ന വേണമെങ്കിൽ 1-2 കാര്യം പറയാം. പറഞ്ഞു. കാരണം പ്രേക്ഷകർക്ക് ഇതെല്ലാം കേൾക്കാൻ ശരിക്കും പ്രേക്ഷകർക്ക് താല്പര്യമാണെങ്കിൽ ഇത് കേട്ടോ. ഞാൻ ഇതിന് മുമ്പത്തെ ആണ് ഞാൻ കൊണ്ടുവരുന്ന ബാലമാഷ കൃഷ്ണദാസാന. അതുകൊണ്ട് ഈ കയ്പമംഗലം അപ്പുറം അമ്പലത്തിൽ എഴുന്നേക്കാൻ പോയപ്പോൾ ഒരു മനുഷ്യനെ രക്ഷപ്പെടുത്തിയ കാര്യമായിട്ടാണ്. അപ്പൊ എൻ്റെ കൂടെ വിനോദം പറഞ്ഞൊരു പയ്യനേ ഉള്ളൂ. ഒറ്റയ്ക്കൊരു പയ്യൻ മാത്രമേ ഉള്ളൂ സഹായിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പൊ
5 ആനയുടെ എഴുന്നള്ളപ്പ് പാപ്പാലപ്പം 2-3 ആന അങ്ങനെ നമ്മുടെ ആന അങ്ങനെ എഴുന്നള്ളപ്പാണ് ഇതാകുന്നത്. പരിപാടി കഴിഞ്ഞ് രാത്രി 2 മണിക്ക് തലക്കെട്ട് അഴിച്ച് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആന പോവാണ്. പോകാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതിന്റെ സഞ്ചി നമ്മുടെ ലോറിക്കല്ല, അപ്പൊ നമ്മുടെ ഡ്രസ്സുകൾക്ക് എല്ലാവരുടെ സഞ്ചി കേട്ടോ. അത് ഞാൻ ഈ പയ്യനെ കയറ്റി മുകളിൽ കെട്ടിക്കൊണ്ടിരിക്കുമ്പോ ഒരു ചങ്ങാതി പൂരം കാണാൻ വന്നവൻ ഒരു കരിമ്പുമായിട്ട് ചേട്ടാ ഇത് കൊടുക്കട്ടെ, കൊടുക്കാൻ പറഞ്ഞു. ഞാൻ നോക്കി എന്നെ കൊടുത്തു, അവൻ പോയി. രാത്രി ഇട്ടാ 2 മണി രാത്രി. ഈ പണ്ടാരക്കാലം പിന്നെ ഒരു എനിക്കറിയാം, ഞാൻ ഈ സഞ്ചി മുകളിലേക്ക് കൊണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവൻ പിന്നെ ഒരു മുറിക്കരിമ്പുമായിട്ട് കൊണ്ടുവന്ന് കൊടുത്തപ്പോൾ ഞാൻ കാണില്ല. ആന കരിമ്പല്ലേ വിളിച്ച് അവനെ പിടിച്ചിട്ടേച്ച് ഇഞ്ഞു വലിച്ചിട്ടേച്ചോളൂ ഒറ്റ കൂട്ടം. അപ്പൊ ഇതുപോലെ അങ്ങനത്തെ മുമ്പൊന്നുമല്ല ശരിക്കും ഇത്ര അതിന്റെ വലിയ വിടർന്നകന്ന മുമ്പൊന്നുമല്ല ഇത്ര ഉള്ളു. അവന്റെ ആയുസിന്റെ വില അവൻ ഞാൻ പാമ്പിന്റെ നടു തല്ലി വെച്ചിട്ടോണം കാരണം ഇങ്ങനെ പഠിച്ചോണ്ടിരിക്കുന്നുണ്ട്. കൊമ്പ് 2 മണ്ണാ, അവിടെ മണപ്രദേശ ഇവനിങ്ങനെ ഒന്ന് പടക്കണ്ടിയാന്ന് നോക്കുമ്പോ ഇപ്പൊ സഞ്ചി മുകളിൽ വെക്കുമ്പോ തോട്ടിയും മടി ഇവിടെയല്ലേ. ഈ പഠിച്ചോണ്ടിരിക്കുന്നവന്റെ തോട്ടിയും മടി എടുത്തോണ്ട് വന്നു വെച്ചിട്ട് ആയിരല്ല കൈകാര്യം പറ്റില്ല. എടുത്തോണ്ട് വരുമ്പോഴത്തേക്ക് ഇത് പറിച്ചു കുത്തി അവൻ ചാവൂല്ലേ. ഇപ്പൊ ഞാനെ ശ്രമിച്ചല്ല, അവന്റെ ആയുസിനായിരിക്കും. ഇതൊന്നും ഞാൻ പറയാനില്ല, ഞാൻ ആളാന്ന് പറഞ്ഞല്ല. ശൂന്യമായ കൈകൊണ്ട് അവൻ ഞാൻ രക്ഷപ്പെടുത്തി. എന്നാന്ന് വെച്ചാൽ വേറെ ആരും അറിയണ്ട, അത് നമ്മളെ പണിയുടെ രഹസ്യ. എന്തെങ്കിലും ആയിക്കോട്ടെ, എന്റെ കൈ കൊണ്ടുള്ള ആയിട്ടാന്ന്. അവൻ ആ സമയം അവന് കിട്ടിയപ്പോ അവനെനിച്ച് പഠിച്ചിട്ട് ഓടി. ഇത് കഴിഞ്ഞ് ആനനെ തിരിഞ്ഞ് ഓടിച്ചു. അച്ച കൈ ഞാൻ പ്രയോഗിച്ച് ഇവനെ രക്ഷപ്പെടുത്തി. ഈ ആന ഞടിച്ചായിട്ട് എന്റെ കൂടെ കൂടി. അപ്പൊ തൊട്ടടുത്ത് ഈ അമ്പലത്തിന്റെ തെങ്ങുംതോട്ടം. ആന ഓടിച്ചാൽ ഓടുവരാതിരിക്കാൻ പറ്റും. നമ്മളവിടെ ഞാൻ ആനക്കാരനാണ് പതിനെട്ടിനാണ്ട് ആന കുത്തി കൊല്ലൂലേ, ഞാൻ ഓടി തെങ്ങുംതോട്ടത്തിലേക്ക് ഓടി. എന്റെ പറഞ്ഞാൽ ഈ തെങ്ങുംതോട്ടത്തിലേക്ക് ഓടി ഇപ്പൊ മുകളിൽ ഈ പയ്യലിരിക്കുക. ഇത് അഞ്ചേരിക്കുന്ന പയ്യ മുകളിലിരിക്കുക. ഈ ആന പറഞ്ഞ തെങ്ങുംതോട്ടത്തിലേക്ക് ആയിട്ട് ഈ അടക്യാമറ ഒക്കെ ഉണ്ടല്ലോ, അതിനടെ അടക്യാമറ ഒക്കെ ഉണ്ട്, തള്ളി കഴിഞ്ഞിട്ടില്ല ലൈനിലേക്ക്. ലൈനോടെ പൊട്ടി നാശ ചോദിച്ചാൽ പൂരാക്കൂലി ആന പറഞ്ഞു കിടക്കും. ഈ കണ്ടമ്പെ തൊട്ടാൽ ഞാനും പോവും, ആനയും ചാവും, മോളിട്ടും ചാവും. ആ അവസ്ഥ നൽകുന്നു. അവിടുന്ന് ഇതൊന്നും സംഭവിക്കാതെ കുറെ നേരം ഒരു 1/4 മണിക്കൂറത്തെ പൈസ കഴിഞ്ഞ് എങ്ങനെയൊക്കെയാണ് നമ്മള് വലിയ വെച്ചൊന്നും അല്ല, മാനമകളെയൊക്കെ വിളിച്ച് അതിന്റെ ആ ഒരു ദേഷ്യം കഴിഞ്ഞ് പറയാൻ പറഞ്ഞ എത്രയും വയസ്സിന് പെട്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ പുള്ളിയുടെ ആ ഒരു ദേഷ്യമൊക്കെ കഴിഞ്ഞ് കുറെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പുള്ളി വിളിച്ചപ്പോ എന്റെ കൂടെ പോയ കാണാനും പറഞ്ഞ് ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഒരുപാട് പല ആൾക്കാര് ആനകളെ രക്ഷപ്പെടുത്തുകാരും ആനന്ദകാല ഷാപ്പിന്റെ ഉടമസ്ഥൻ മോഹൻ എന്ന് പറഞ്ഞ ആനന്ദകാല ഷാപ്പുകാരൻ. അപ്പൊ ഞാനിപ്പോ പറഞ്ഞോട്ടോ, എന്നെ ആന കുത്തി ഡാമേജ് ആയിട്ട് ഞാൻ എന്തോന്നപ്പോ എനിക്ക് ആദ്യം ഒരു കോള് വന്നാ പോളിങ് ഇതിന്റെ ഉടമസ്ഥ. ഇപ്പൊ നമ്മളീ പറഞ്ഞ അയാൾ കേൾക്കണ്ടാവൂലോ, പ്രതികരിക്കാലോ. ആ പുള്ളി എന്നെ വിളിച്ചു, നാലാ നിനക്ക് എന്നാടാ പറ്റിയത്, നിനക്ക് എന്താ പറഞ്ഞാൽ എനിക്ക് നിന്നെ കാണുന്നതോ സങ്കടത്തോട് പുള്ളി എന്നെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ആരാ വിളിക്കുന്ന ഞാൻ ഇന്ന ആളാണ്. ഈ ആനന്ദകാല മോഹനാനെ എന്റെ ഉടമസ്ഥൻ അന്നത്തെ ഉടമസ്ഥൻ ബാലൻ മാഷ് പാട്ടത്തിനെടുത്ത് എഴുന്നള്ളിച്ച് നടക്കുന്ന സമയത്ത് വൈപ്പങ്കലായിട്ട് ഞാൻ കൊണ്ടുനടക്കുന്ന കുട്ടീസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഓടിച്ചിട്ട് കുത്തുക. ഞാൻ പറഞ്ഞില്ലേ എന്റെ 1.5 ആനകളെ കുത്തുന്ന ആഴ്ച യാതൊരു മഴയില്ല. കുത്തിക്കൊണ്ട് പോയ വഴിക്ക് ഈ ആന ഞാനിങ്ങനെ കൂടിയിട്ട് അംഗം വെട്ടി തന്നെയായി ഞാൻ അതിന് കൊല്ലാണ്ടി രക്ഷപ്പെട്ടെടുക്കും. കുറച്ച് പൊട്ടുംപാടൊക്കെ ഉണ്ടായി കുത്തിന്റെ ഇതിലൊക്കെ നിലത്തിടാൻ കൊണ്ടുപോയി കൊല്ലിക്കാൻ ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തു ആനെ. അതിന്റെ നന്ദി. അത് അപ്പൊ അവരറിയില്ല പിന്നെ സംഭവം ഉണ്ടായി ആന കുത്തി 2 കാരണന്മാരെ കൊണ്ടുവന്ന അറിവില്ലാത്ത ആ ആന ഞാൻ രക്ഷപ്പെടുത്തിയെടുത്തെന്ന് പറയുമ്പോ 10 കോടി വില ആ വണ്ടിക്കുണ്ടെങ്കിൽ വണ്ടി കോടി എടുത്ത് മേടിക്കാൻ പറ്റും. ഈ ഒരു മുതൽ പോയാൽ കിട്ടാൻ പോകണ്ടോ, കമ്പനി പണിതെടുക്കാൻ പറ്റില്ല. ആ ഒരു നന്ദി ഇന്നായത് കേൾക്കണമെങ്കിൽ ചോദിച്ചോ, ഞാൻ കാര്യമില്ലാതെ ഒന്നും പറയില്ല, വിടുക പറയില്ല. എന്റെ ജീവിതാനുഭവമാണ്. അങ്ങനെ ഒരുപാടുണ്ട്. 1000 എപ്പിസോഡ് നിങ്ങൾ വിട്ടാൽ തീരില്ല എന്റെ ജീവിതം. ഞാനത് വലിപ്പമൊന്നും പറയില്ല. പിന്നെ അതിനകത്ത് എനിക്കുള്ള എന്നാന്ന് വെച്ചാൽ ഇവിടുന്നൊക്കെ ഞാൻ നേടിപ്പോന്നല്ലോ എന്നുള്ളതാണ്. എന്റെ കഴിവല്ല, എന്റെ ഗുരുത്തിന്റെയോ ഗുരുവിന്റെയോ ദൈവം തമ്പുരാൻ എന്നെ അനുഗ്രഹിച്ചോ കഥയാവും. ഞാൻ ഈ പണി പരാതി ഇതുവരെ അറിഞ്ഞിട്ടില്ല. ഈ ആനയെ കൊണ്ടുനടക്കുമ്പോൾ പല അപകടങ്ങൾ ഞാൻ ഇതുപോലെ പെട്ടിട്ടുണ്ട്. ഞാൻ നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, ഒരാനെ കൊന്നോണ്ടിരുന്നത് കഴിഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, ഒരാനെ തട്ടിട്ട് കുത്തിട്ട് അത് പറഞ്ഞില്ലേ.
ഇതായതില്ല പറ്റുമോ? അത് പറ്റില്ല പറ്റില്ല. അപ്പൊ അവിടുന്ന് എനിക്ക് ആ പേര് കിട്ടാത്ത എനിക്ക് രക്ഷപ്പെടുത്തെടുക്കാൻ പറ്റില്ല. അതെ അതെ അതെ. എന്റെ കൂടെ വന്ന് പല പിള്ളേരെയും കൊല്ലാൻ കൊണ്ടുപോയി ഞാൻ ആരുടെ നിന്ന് മേടിച്ചിട്ടുണ്ട്. ആണല്ലേ? ആ ആ ആ ആ. ഇപ്പൊ അവൻ ഇത് കേൾക്കണമെങ്കിൽ ഇത് ഇറങ്ങി വരുമ്പോ വിനോദ് ആ ഒരു പയ്യൻ ആ. ഇരിങ്ങാലക്കുട എനിക്ക് കൊച്ചിലെ കിട്ടിയതാ. ആ. വേണമെങ്കിൽ അന്നൊക്കെ നിയമമുണ്ട്, ബാലവേലയ്ക്ക് എന്റെ പേര് കേസെടുക്കാം. ആ ആ. ഈ പയ്യൻ എന്റെ കൂടെ ഈ ആൺപ്രാന്തം പഠിച്ച് എന്റെ കൂടെ പോകുന്നുണ്ട്. ഞാൻ ഈ പിള്ളേരെ എനിക്ക് ഇഷ്ടമാണ് ഇവിടെ കൊണ്ടുപോകാൻ എന്റെ കൂടെ. അവൻ എന്റെ കൂടെ കയറി പോകുന്നു. ആ. ഒരു 10 വയസ്സ് പോലും. ആ. അത് ഇപ്പൊ എന്നാ തൃശ്ശൂർ ആന കയറുക. ആണല്ലേ? ആ ആ ആ ആ. അവന് ഈ ആന 2 പ്രാവശ്യം കൊന്നതാ. ആണോ? വണ്ടിയുടെ ക്യാബെ വെച്ച് കൂട്ടി വെച്ച് കുത്തിയിട്ട് തൃശ്ശൂർ വെച്ചു. അപ്പൊ ഈ കഴ ആ. കാരണം കുത്ത് കയറിയില്ല. 2 ആ. കൊമ്പിന് ഇടയ്ക്ക് കയ്യിലില്ലാന്നൊഴിച്ചപ്പോ ആൾക്കാർ ഞാൻ വണ്ടിക്ക് പൊട്ടിയാടിക്കൊണ്ട് കുത്തി വെച്ചേക്കും. ഓ. ഇപ്പൊ അവനത് കേൾക്കണ്ടാവൂല്ലോ. ആ കേൾക്കും കേൾക്കും. സമാധാനമല്ലോ. അല്ലല്ല. അവന് പ്രതികരിക്കാലോ. പിന്നെ പരമാരെ അമ്പലത്തിൽ വെച്ച് പിന്നെ ഭാര്യ ഓടിയാണ് ഈയാണ്. ആണോ? ആഹാ. അതാ പറഞ്ഞ ഞാൻ വിടുവാ പറയൂല. ഉള്ള കാര്യങ്ങൾ ഈ ആന അവൻ ഭാര്യ ഓടില്ല കൊല്ലാൻ. ആ ആ ആ. ഓടിച്ചിട്ട് വിളിച്ചാൽ പറഞ്ഞു ആനയെന്ന് വിളിച്ചു. ആ. എന്നാടാന്ന് പറഞ്ഞ് ഇഷ്ടന്നു. ആ ആ ആ. അവന്റെ പേര് വിനോദ്. ആണല്ലേ? ആ ആ ആ. ആ. ഓച്ചു. ആണല്ലേ? ആ. ആ ആ. അങ്ങനെ ഞാൻ പറഞ്ഞു നിങ്ങൾ 1000 ഉപ്പ് ചേർത്ത തീരില്ല. എന്റെ ആ ആ ആ ആ. കുറേ കഥകളുണ്ട്. കഥകൾ എനിക്കുണ്ട്. ആ ആ. പള്ളുരുത്തി അമ്പലത്തില് ആ. തൊട്ടപ്പുറമുള്ളവൻ അവനും ഇത് കേൾക്കണ്ടാവും കാണണ്ടാവും. ഉം. എന്റെ കൂടെ ചെറുപ്പത്തിലെ ആനപ്പണിക്ക് വന്ന ഈ ആന കരം കയറുമ്പോഴാണ് ഈ പണിക്ക് വന്നെ. അപ്പൊ ഞാൻ എന്റെ കൂടെ ഞാൻ പറഞ്ഞില്ല, ഞാൻ ആനക്കാരെ വെച്ച് ആന കയറിയില്ല ഇന്ന് വരെ. കേറിയിട്ടില്ല. ആ. ഇല്ല ഇന്നും എന്റെ കൂടെ ആനക്കാരില്ല. അല്ല. ആ. അത് സഹായിക്കാൻ ആൾക്കാരല്ലാണ്ട് ആനക്കാർ സഹായിക്കാനായിട്ട് എന്റെ കൂടെ തല്ലാൻ ഞാൻ സമ്മതിക്കൂല. എന്റെ മകനല്ല ഞാൻ സമ്മതിക്കൂല. തലന്റെ ആവശ്യം വന്നവൻ എന്റെ കയ്യിൽ നോക്കും. ആ ആ. അല്ലൂല. ആ ആ. അവർക്കറിയാം. ആ. അപ്പൊ ഈ പള്ളുരുത്തി അമ്പലത്തിൽ ഉത്സവത്തിന് പോയി കഴിയുമ്പോ ഞങ്ങൾ ചെല്ലുമ്പോൾ രാവിലെ 2 പള്ളത്താങ്കുളത്തെ അമ്പലത്തിൽ ഉത്സവം കഴിഞ്ഞ് പിറ്റേ ദിവസം ഒരു ഒഴിവുണ്ടാവും. ഒരു ഒഴിവ് കഴിഞ്ഞാൽ പള്ളുരുത്തി ഭുവനേശ്വരി ക്ഷേത്രത്തിൽ ഉത്സവം. ആ. ഞങ്ങൾ 3 പേരുണ്ട്. 3 പേരെന്ന് പറഞ്ഞാൽ 2 പിള്ളേരെ എന്റെ കൂടെ ഉള്ളു. ആ. ഈ പണി പഠിക്കാൻ നോക്കാം. നമ്മൾ ആനക്കാരെ പറ്റില്ല. ആ ആ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ എനിക്ക് ചെറുപ്പാ. ആ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോ ഈ രാത്രി പോയപ്പോ ഈ പറമ്പും സൗകര്യം തെങ്ങും മാങ്ങയും കെട്ടാൻ സൗകര്യം നോക്കിയപ്പോ കണ്ടില്ല. അപ്പൊ ഈ കുളത്തിന്റെ ചുറ്റി ഇങ്ങനെ മുള്ളുവേലി ഇട്ടേക്കോ ഈ കാലിട്ട്. ആ. കാലിട്ടിട്ട് കുളത്തിട്ട് മുള്ളുവേലി ഉള്ളിൽ. ആ. കട ഒഴിവാക്കിയിട്ട്. ആ. ഞാൻ നോക്കിയപ്പോ ബാക്കി ഇങ്ങനെ മൈതാനം. ആ. ഞാൻ ഈ വലിയങ്ങനെ അങ്ങ് തള്ളി എടുത്തിട്ട് ഒരു 5-6 കുറ്റി കൂട്ടി അനയും കെട്ടി കേട്ടി. നടക്കിടയും കൂട്ടി ആ. പോലും വരും. ആ. പോലും വെച്ചിട്ട് അങ്ങനെ പോലില്ല. പക്ഷെ ഞാൻ പറഞ്ഞില്ല, അത് 1.5 ആനയാണ്. ആ ആ. ഒരാനയല്ല, ആ ആ. മുറ്റ. ഞാനും മുറ്റ. ആ. അപ്പൊ ഇവിടെ ഇങ്ങനെ ആന നിർത്തി ഇവിടെ ഞങ്ങൾ കടന്നു. ആ. ഈ അകലെ ആ. ഞങ്ങൾ 3 പേരും കടന്നു. ആ. എനിക്കൊരു സ്വഭാവമുണ്ട്, ഒരു എവിടെ കിടന്നാലും ഒരു 4-5 മണിയാകുമ്പോൾ ഇരിക്കും. പിന്നെ ഞാൻ ഉറക്കണമല്ല വിളിക്കുന്നു. അപ്പൊ കാഴ്ച വിളിക്കാൻ പോകാനായിട്ട് വിളിച്ചപ്പോ ഇതിനെ മറ്റവൻ എന്റെ കൂടെ പോകുന്നു. ഇവൻ ഉറക്കപ്രാന്തരാ. ആ. അപ്പൊ ഇവനത് കാണണല്ലോ, അവനൊരു തട്ടത്തുള്ള. ആ. ഇവൻ എനിക്കില്ല. ആ. എന്നാ നീ അവിടെ കിടന്നോളാൻ പറഞ്ഞ് ഞങ്ങൾ പോയി. ആ. ചായ മുമ്പിൽ കൊണ്ട് വെച്ചപ്പോ ആൾക്കാർ പറഞ്ഞിരുന്നത് ആന ഓടണം. ആ. ആന ഓടുന്ന കേട്ടോ മനസ്സിലായാതെ എന്റെ ആന ഓടി. കാരണം എനിക്കറിയാലോ ഇത് അഭിനയില്ല. ഈ മുള്ളുകമ്പി മുഴുവൻ ഈ ആന പാഞ്ഞേക്കോ ഇത് പറിച്ചോണ്ട്. മുള്ളുകമ്പി പറിച്ച മുള്ളുകമ്പി 4-5 കാലും മുള്ളുകമ്പി ആയിട്ട് അങ്ങ് പോയിട്ട് ആന സൈനികം പോയിട്ട് ഇവൻ അതിനകത്ത് വിട്ടു. ചുരുണ്ടുകൂടി. ഇന്ന് അവന്റെ കാലുണ്ട് വാക്കത്തെ കേട്ടുകൊണ്ട് കുളങ്ങാലെ പാട്. ആണല്ലേ? ഓടി പിന്നെ ഓടി വന്നവരെ റൂട്ടിൽ പോയിട്ടുള്ള ഈ ആനയും വെട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിങ്ങനെ കിടക്കുക മുള്ളുകമ്പി. അപ്പൊ ഞാൻ അവിടെ ആശുപത്രി കൊണ്ടുപോയി വിട്ടു. പിന്നെ അവിടെ വിളിച്ചു പറഞ്ഞു, പാലമാറ്റം വിളിച്ചു പറഞ്ഞു. അപ്പൊ തന്നെ പിന്നെ കാറ് വിട്ടു. കാറെ കൊണ്ടുവന്ന് KMK ആശുപത്രി പറഞ്ഞു. 2 ആഴ്ച അവിടെ ആശുപത്രിയിൽ. അതിന്റെ ബാക്കി എല്ലാ കാര്യത്തിനും വെച്ചു. 1 ആഴ്ച സുഖമായിരുന്നു പറഞ്ഞപ്പോഴും പറഞ്ഞു. എന്റെ അവിടെ നിന്ന് നല്ല മനുഷ്യനാട്ടോ പാലമാറ്റം. അയാൾ പറഞ്ഞു അവിടെ നല്ലോണം സുഖമായിക്കോട്ടെ, ഒരു വിഷയമില്ല ചിലവൊന്നും. ഇന്നൊന്നുള്ളവരൊന്നും ഈ ഒരു നോക്കില്ല. അച്ഛൻ പറഞ്ഞ ആനയെ കൊടുക്കുള്ളൂ, അല്ലാണ്ട് ഇതൊന്നും ആക്കാതിരിക്കൊന്നുമില്ല. പോലും കാരണം ഞാനിപ്പോ ഈ പറഞ്ഞത് പുറത്തു പോണ കാര്യങ്ങളാ. രഹസ്യമായിട്ട് വന്നല്ല, അത്ര സാക്ഷി വെച്ചാ വരണം. അവൻ ഇന്ന് കേട്ടോണ്ടിരിക്കണ്ടാവും ഇതങ്ങ് ഇറങ്ങുമ്പോ. സുഭിക്ഷമായിട്ട് അവൻ പുഷ്ടിയായിട്ട് അവനെ പുറത്തേക്ക് വീണ്ടും ഞങ്ങൾ ഒന്നിച്ച് ഒരുപാട് കാലം. ഈ അവൻ തന്നെ പിന്നെ ഈ പറവൂര്
ഒരമ്പലത്തിൽ വെച്ച് അവനെ വെച്ചോണ്ട് ആന വഴക്കുണ്ടാക്കി അവനെ ചാടിച്ചെടുത്ത് മുകളിൽ നിന്ന് ചാടിക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ചാടിച്ചു, നിലത്തേക്ക് ചാടി 2 കാലും തവിട് കുഴിയായി. അവിടെ തന്നെ അല്ലെ അമ്പലത്തിൽ അല്ലെ ആശുപത്രി കൊണ്ട് അഡ്മിറ്റാക്കി അവിടെ കിടത്തി അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഒത്തിരി പശ്ചാത്തലത്തെ അവസ്ഥകൾ നമ്മൾ ഈ ജീവിതത്തിലോട്ടായ സംഭവം. ആ പിന്നെ നമ്മള് ഇപ്പൊ കണ്ടേക്കുന്ന ആനക്കാരുണ്ടല്ലോ ഒരുപാട്, ഈ കേരളത്തിൽ തന്നെ എല്ലാരും തന്നെ അറിയാലോ. അതിൽ നമുക്ക് തന്നെ ഒരു ആരാധന തോന്നി, അല്ലെങ്കിൽ ആനക്കാരൻ നല്ലൊരു ആനക്കാരൻ തോന്നിയ അതൊരു 3-4 പേരുണ്ട്. ഒന്ന് എന്റെ മരുമകൻ വിനോദ്, മരുമനായതുകൊണ്ടല്ല. പിന്നെ എന്റെ ചേട്ടന്റെ കാര്യം പൊന്നപ്പന്റെ കാര്യം പറയേണ്ട കാര്യമില്ല, എനിക്ക് എല്ലാം എന്റെ ഗുരുവാണ്, എല്ലാം. പുള്ളി പണി നിർത്തി പുള്ളി ഒതുങ്ങി ജീവിക്കുകയാണ്, അത് ഞാൻ പറയുന്നില്ല. മരുമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ അച്ഛനാണ് അവന്റെ ആശാൻ, വിനോദ്. മൂത്ത പെങ്ങടെ. ഞാൻ പറഞ്ഞില്ലേ നെല്ലിക്കാക്കോട്ടെ കാമത്തി മക്കളുണ്ടാകുമ്പോൾ തമ്പുരാത്താകുമ്പോൾ പറഞ്ഞ് വളർത്തുന്ന. ഇപ്പൊ പുള്ളിക്കാറ്റിക്ക് ഒരു 10-50 വയസ്സുണ്ട്. അപ്പൊ പുള്ളിക്കാറ്റി പറഞ്ഞാൽ ഞങ്ങളൊരു വ്യത്യാസം. അപ്പൊ ഞാൻ അപ്പൊ അവന്റെ ഗുണം കിട്ടിയ അവന്റെ അച്ഛന്റെ കൂടെ ഇവന് ഈ പറഞ്ഞോണ്ട് അവനെ കൊണ്ട് ഞാൻ പഠിച്ചോക്കെയാ. ഈ ആനപ്രാന്ത് കയറി ഞാൻ പറഞ്ഞില്ലേ ഈ പാലത്തേക്ക് മുഴുവൻ ആനക്കൈ ആൾക്കാർ മുഴുവൻ ആനപ്രാന്തന്മാരായിട്ട് ആനക്കണ്ട് അങ്ങനെ കണ്ടു കേട്ടു ഇങ്ങനെ ഇറങ്ങിയാണ്ട് അത് വരായി. പിന്നെ വേറെ പഠിക്കാനും ജോലിക്കൊന്നും പോകുന്ന കണ്ടപ്പോ അച്ഛൻ്റെ കൂടെ തന്നെ ഇവൻ കൂടി അച്ഛന്റെ ഗുണം അവന് കുറെ കിട്ടി. അപ്പൊ ഈ അച്ഛന്റെ കൂടെ തന്നെ എന്നാ നിൽക്കുന്നതെന്ന് പറഞ്ഞ് മൂത്ത അമ്മ അവൻ പൊന്നപ്പന്റെ കൂടെ പറഞ്ഞു. ഈ വിനോദ് പൊന്നപ്പന്റെ കൂടെ ഇരുന്നപ്പോ അത് ബോറായപ്പോ ഈ മരിച്ച കനകന്റെ കൂടെ കുറെ ആളുണ്ട്. അത് പോലെ വന്നപ്പോ എന്റെ കൂടെ വന്നു. അപ്പൊ ഇത്രയും ഗുണം മുഴുവൻ അവന് കിട്ടി. അവനിപ്പോ മൂത്ത ആനക്കാരൻ. ഇപ്പൊ കണ്ണനാന മധുരപ്പുറം കണ്ണാന ഒരു 10-15 കൊല്ലം കയറി കുറെ കാലം മധുരപ്പുറത്തിന്റെ. ഇപ്പൊ മൂത്തന്നാന ഇവിടെ ചേലാണ്ടല്ല ചേർന്ന പിന്നെ ഒരു സ്ഥലപ്പുണ്ട് അങ്ങ് കേരളത്തിൽ അങ്ങ് അറ്റത്തൊരാനയെ കയറിക്കൊണ്ടുണ്ട്. അപ്പൊ പുള്ളിക്ക് പിള്ളേരൊക്കെ ചെറുതാണ്. അപ്പൊ വീട്ടിലെ പ്രശ്നങ്ങൾ കാരണം വീട്ടിൽ വരാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് പുള്ളി അതിനെ ഒഴിവാക്കിയിട്ട് ഇപ്പൊ ഈ കൊല്ലം ഇപ്പൊ ഇന്നാളെ അയച്ചിട്ടുണ്ട്, ഒരാഴ്ചയായിരുന്നു മൂത്തൊന്നാന ആഴ്ച നടക്കുന്നത്. അതൊന്ന്. പിന്നെ വേറൊരു വിനോദമുണ്ട്. ഞാൻ ആന കയറുന്ന സമയത്ത് പട്ടിമറ്റം മില്ല്, സലീക്കയുടെ മില്ല് എന്നൊരു ചെറിയ ആനയ്ക്ക് സഹായവും കാര്യങ്ങളുമായിട്ട് പണി തുടങ്ങി നടക്കുന്ന സമയം. അന്ന് ഞാൻ ഈ പറഞ്ഞ അന്ന് പറവൂർക്ക് ആന പോണേ പട്ടിമറ്റം മില്ല് വഴിയാ പോണത്. അവിടെ ഉച്ചയ്ക്ക് നിർത്താറൊക്കെ ഉണ്ട്. അപ്പൊ അന്നുള്ള പരിചയം ഞങ്ങൾ പയ്യനാ, എന്റെ പറയാനൊന്നുമില്ല. അവൻ അങ്ങനെ നടന്ന് പല ആനകളും കയറി ഇന്ന് അവൻ പ്ലെയിൻ ഓടിക്കുന്നു, ഞാൻ ബസ് ഓടിക്കുന്നു. ആ വ്യത്യാസം അത്രയും പ്രഗത്ഭനായി. ഇന്നും അവനിപ്പോ ഇന്ന് കാളിദാസന് ആന കയറുക. കേരളത്തിലെ ഏറ്റവും വലിയ ആന കാളിദാസന കയറുക. ഈ കഴിഞ്ഞ ആഴ്ച കണ്ടപ്പോൾ ചേട്ടാന്ന് വിളിച്ചിരുന്നു ഇങ്ങനെ കാണിച്ചോണ്ട്. ആ ഒരു നന്ദി എനിക്ക് പറക്കാൻ പറ്റില്ല. അവൻ അത്രയും വലുതായിട്ടും ഞാൻ ഈ താഴെക്കട കിടക്കുമ്പോൾ അങ്ങനെ കുറെ ആരാധകർ ഇഷ്ടപ്പെട്ട എനിക്ക് ഒത്തിരി കമ്പനികളുണ്ട്. അതാണല്ലോ മാതാപിതാ ഗുരുദൈവം. അതല്ലേ പറഞ്ഞത്. അപ്പൊ അവരെല്ലാം നോക്കേണ്ട കാര്യമുണ്ടോ? ഗുരുകടാക്ഷം ഉള്ളതുകൊണ്ടാണ് ഇത്രയും. അതെ. അപ്പൊ അന്ന് അവൻ തീരെ പയ്യൻ, ഒന്നും അല്ലാത്തൊരു പയ്യൻ. ഞാൻ അന്ന് 1.5 ആന കയറുക, ഒരാന 1.5 ആന. ആ കയറുന്ന സമയത്ത് അവരൊരു പ്ലേക്ക് പിടിച്ച് പറയാൻ നടക്കുക, പണി പഠിക്കാനും കാര്യങ്ങളൊക്കെ. ഇന്ന് അവൻ കയറുന്നത് ഇവിടെ കാളിദാസനാണ്. എന്നാ കാളിദാസൻ, ചെറുക്ക കാളിദാസൻ. ഇപ്പൊ അംഗീകാരത്തില് അവൻ ചെറുക്ക കാളിദാസനാണ് കയറി. പിന്നെ തച്ചിക്കോട്ട് രാമേന്ദ്രനാണ് കയറി. അവന്റെ അടുത്ത് ഞാനൊന്നും അല്ല, പക്ഷെ അവൻ എന്നെ കണ്ടാ എന്നെ ഒരു ബഹുമാന സ്നേഹവും എനിക്ക് അങ്ങോട്ടും ഉണ്ട്. അതാ ഒരു സ്നേഹവും ബഹുമാനം. അല്ലാണ്ട് അവൻ വലിയ ആളാന്ന് ഞാൻ വലിയ ആളാന്നുള്ള അല്ല. പിന്നെ ആരാധനയുള്ള ഇപ്പൊ പറയുകയാണെങ്കിൽ ഈ തൃശ്ശൂർ ഇപ്പൊ തിരുവമ്പാടി ആന കയറുന്ന രാമകൃഷ്ണൻ എന്ന് പറയും. ആള് ഭയങ്കര കോമഡിയാ. വാ തുറന്ന ചിരിച്ചുമെടുക്കും. കൊല്ലം രാമകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ആനലോകത്തറിയുള്ളൂ. എന്നാൽ കൊല്ലം എന്ന് പറഞ്ഞാൽ താത്തി കിട്ടിയതല്ല. ആ ഫേമസ് അങ്ങനെയാ പേര്. ഓരോരുത്തർക്കും ഓരോ വട്ടപ്പേരുകളുണ്ടല്ലോ. അതെ, തൊഴിലറിയാം. ഒരാനയെ കയ്യിലേക്ക് കൊടുത്താൽ അതിനെ എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ള അറിയാം. അതാണ് ആനപ്പണി. എല്ലാരും ഞാൻ അംഗീകരിക്കില്ല. അപ്പൊ ആനയ്ക്ക് എന്ത് കൊടുക്കണം, അതിനെ എങ്ങനെ കൊണ്ടുനടക്കണം, നീര് മതം പാടാതെ എങ്ങനെ കൈകാര്യം ചെയ്യണം, അവിടെ എങ്ങനെ എഴുന്നള്ളിക്കണം. നമ്മളിപ്പോ ഒരു ആനയുണ്ട്, 10 ആനയുള്ള ഒരു ആനയെ കൊണ്ടിരുന്നിട്ട് നമ്മള് അവർക്കോടെ അപകടം ഉണ്ടാവാണ്ട് നമ്മൾ നോക്കണം. നമ്മുടെ സാധനം മോശമാണെങ്കിൽ നമ്മുടെ കയ്യിലെ ആന മോശമാണെന്ന് കുട്ടിക്കാൻ നമുക്കറിയാവുള്ളൂ. അവർക്ക് അപകടം ഉണ്ടാവില്ല. അങ്ങനെയുള്ളവരെ ഞാൻ ബഹുമാനിക്കും. അതിലൊരാളായി പറഞ്ഞ വിനോദം അതെ, എന്റെ മരുമകൻ വിനോദം അതെ. ഇപ്പൊ ഞാനീ പറഞ്ഞ ഇപ്പൊ കാളിദാസനാണ് വിനോദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ കഴിഞ്ഞ് 4 കൂട്ടം ചെറുപ്പാ.
പക്ഷെ എന്റെ ആനപ്പണി എനിക്ക് ഇഷ്ടമാണ്. ആ ആ ആ ആ ആ നല്ല വൃത്തിയായിട്ട് തേച്ച് പിടിപ്പിച്ച് ഭംഗിയായിട്ട് മറ്റൊരാൾക്ക് ശല്യം ഇല്ലാത്തതിലേ കൊണ്ടുവരുള്ളൂ. കൊണ്ടുവരുള്ളൂ. ആ, നമ്മളിപ്പോ ചില നേരത്ത് ഏതെങ്കിലും ഗോഹറ പിടിച്ചവൻ ആനയും കൂടെ വന്നിട്ട് ബാക്കി ശല്യം ഉണ്ടാക്കിയിട്ട് കാര്യമുള്ളൂ. അതില്ല. അവിടെയൊക്കെ നമ്മൾ തൂക്കം കൊടുക്കണം. ആ ആ